കോളം ഫുട്ടിംഗ് രീതിയിലുള്ള ഫൗണ്ടേഷൻ, അതുപോലെ റബിൾ ഫൗണ്ടേഷൻ, ഈ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും നമ്മൾ വീടുകൾക്ക് ഫൗണ്ടേഷൻ ചെയ്യാറ്. ഏതിനാണ് ചെലവ് കൂടുതൽ എന്ന് പലരും ചോദിക്കാറുണ്ട്. രണ്ടിനും അതിൻ്റെതായ ചെലവുകളുണ്ട്. കാരണം കോളം ഫുട്ടിംഗ് രീതിയിലുള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ നമുക്ക് മണ്ണ് കുഴിച്ച് അതിൻ്റെ ഡെപ്തിനനുസരിച്ച് അതിനകത്ത് കമ്പിയുടെയും കോൺക്രീറ്റിൻ്റെയും അളവുകൾ കൂടുതൽ വരാം. ആ ഡെപ്ത് തീരുമാനിക്കുന്നത് നമ്മുടെ വീടിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ, അതിൽ വരുന്ന വെയിറ്റ്, നമ്മുടെ മണ്ണിൻ്റെ ഘടന, അങ്ങനെ പല കാര്യങ്ങളിലൂടെയാണ് എത്ര ഡെപ്ത് വരെ നമുക്ക് അല്ലെങ്കിൽ എത്ര വിസ്തീർണത്തിൽ അതിൻ്റെ ഫുട്ടിംഗ് ചെയ്യാമെന്നുള്ളത്. ഇനിയും റബിൾ ഫൗണ്ടേഷൻ ആണെങ്കിലും അതുപോലെ തന്നെയാണ്. അത്യാവശ്യം ഉറപ്പുള്ള പ്രദേശങ്ങളിൽ കൂടുതലും റബിൾ ഫൗണ്ടേഷൻ ആണ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ഡെപ്തിലേക്ക് കുഴിച്ച് റബിൾ കെട്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം ഫുട്ടിങ്ങിനെക്കാട്ടി എക്സ്പെൻസ് കൂട്ടുന്ന കാര്യമാണ്. കോളം ഫുട്ടിങ്ങുകൾ സാധാരണ വോൾ ജംഗ്ഷനുകളിൽ മാത്രമാണ് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് പ്ലിന്ത് ബീമാണ് ചെയ്യുന്നത്. എന്നാൽ കരിങ്കൽ ഫൗണ്ടേഷൻ ആണെങ്കിൽ ആ വീടിൻ്റെ എൻ്റയർ വോൾ എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ ഫൗണ്ടേഷന് മണ്ണ് മാറ്റി റബിൾ കെട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള ഫൗണ്ടേഷൻ വേണമെന്ന് നല്ലൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറിനെ കണ്ട് മനസ്സിലാക്കിയായിരിക്കണം നമ്മുടെ വീട് നിർമ്മാണം തുടങ്ങാനായിട്ട്.